അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ. മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അഥാ ദ്വിതീയോധ്യായം. സൂത ഉവാച. ഏവം പൃഷ്ടപുരാണജ്ഞോ വ്യാസ സത്യവതീസുത പരീക്ഷിതസുതം ശാന്തം തതോ വൈ ജനമേജയം. ഉവാച സംശയക്ഷേത്രവാക്യം വാക്യവിശാരദ. വ്യാസ ഉവാച. രാജൻ കിമേതദ്വക്തവ്യം കർമ്മണോ ഗഹനാ ഗതി. ദുർജ്ഞേയാ കില ദേവാനാം മാനവാനാം ച കാ കഥാ. യദാ സമുദ്ധിതം ചൈതൽ ബ്രഹ്മാണ്ഡം ത്രിഗുണാത്മകം. കർമ്മണൈവ സമുത്പത്തി സർവേഷാം നാത്ര സംശയ. അനാദിനിധനാ ജീവ കർമ്മബീജസമുദ്ഭവ. നാനായോനിഷു ജായന്തെ മ്രിയന്തെ ച പുനഃ പുനഃ. കർമ്മണാരഹിതോ ദേഹ സംയോഗോ ന കദാചന. ശുഭാശുഭൈസ്തഥാ മിശ്രൈ കർമ്മഭിർവേഷ്ടിതന്വിതം. ത്രിവിധാനി ഹി താന്യാഹുർബുധാസ്തത്വവിദശ്ചയേ. സഞ്ചിതാനി ഭവിഷ്യന്തി പ്രാരബ്ധാനി തഥാ പുനഃ. വർത്തമാനാനി ദേഹേസ്മിൻ ത്രൈവിധ്യം കർമ്മണാം കില. ബ്രഹ്മാദീനാം ച സർവേഷാം തദ്വശത്വം നരാധിപ. സുഖം
ദുഃഖം ജരാ മൃത്യുർ ഹർഷ ശോകാദയസ്തഥാ കാമക്രോധൗ ച ലോഭശ്ച സർവേ ദേഹഗതാ ഗുണാ ദൈവാധീനാശ്ച സർവേഷാം പ്രഭവന്തി നരാധിപ രാഗദ്വേഷാദയോ ഭാവാ സ്വർഗേപി പ്രഭവന്തി ദേവാനാം മാനവാനാം ച തിരശ്ചാം ച തഥാ പുനഃ വികാരാഃ സർവ ഏവൈതേ ദേഹേന സഹ സംഗതാം പൂർവവൈരാനുയോഗേന സ്നേഹയോഗേന വൈ പുനഃ ഉത്പത്തി സർവജന്തൂനാം വിനാ കർമ്മണ വിദ്യത്തെ കർമ്മണ ഭ്രമത്തെ സൂര്യ ശശാങ്ക ക്ഷയരോഗവാൻ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ ശ്രീ മഹാസരസ്വത്यै നമഃ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, ഈ വിധം ചോദിച്ച നേരം പുരാണജ്ഞനായ വ്യാസൻ പരീക്ഷിത്തിൻ പുത്രൻ ജനമേജയനോടായി സംശയങ്ങൾ തീരും പോലെ മറുപടി പറഞ്ഞല്ലോ. സംശയം തീർക്കാൻ സമർത്ഥൻ വേദവ്യാസനും. വ്യാസൻ പറഞ്ഞു, രാജാവേ, ഞാൻ ഇക്കാര്യത്തിൽ എന്തു മറുപടി നൽകും? കർമ്മത്തിൻ്റെ ഗതിയേറ്റം ഗഹനം തന്നെ. കർമ്മഗതിയെ അറിയാൻ ദേവന്മാർക്കും സാധിക്കില്ല. മനുഷ്യർ തൻ കാര്യം പിന്നെ പറഞ്ഞിടണോ? ത്രിഗുണാത്മകമായുള്ള ഈ ബ്രഹ്മാണ്ടമുണ്ടായപ്പോൾ അതു കർമ്മമായിട്ടു ബന്ധപ്പെട്ടിരിപ്പൂ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആദ്യന്തരഹിതമായ ജീവജാലങ്ങളെല്ലാമേ കർമ്മബീജത്തിങ്കൽ നിന്നു ജനിച്ചതത്രേ. പല പല യോനികളിൽ വീണ്ടും ജനിമരണങ്ങൾ. കർമ്മമില്ലാതായാൽ ദേഹബന്ധവുമില്ല. ശുഭാശുഭ കർമ്മങ്ങളും മിശ്രകർമ്മവും ജഗത്തു അതു 3 തരമുണ്ട് പണ്ഡിതമതം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സഞ്ചിതം പ്രാരബ്ധം പിന്നെ
ആഗാമികം ഇവ മൂന്ന് ശരീരത്തിൽ മൂന്നും സമ്മിശ്രമായി കണ്ടിടാം. ബ്രഹ്മാവു മുതൽ സർവരും കർമ്മത്തിനു അധീനർത്താൻ. സുഖം ദുഃഖം ജരാമൃത്യു ഹർഷശോകാദി കാമക്രോധലോഭമെല്ലാം ദേഹഗത ഗുണങ്ങൾ തൻ പ്രാരബ്ധത്തിൽ പ്രേരണയാൽ പ്രഭാവം കാണാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സ്വർഗം പോലും രാഗദ്വേഷാദികളാലെ മുക്തമെല്ലാം ദേവതിര്യങ് മനുജരും ബന്ധിതർ താനേ. ദേഹവുമായി ബന്ധമുള്ളതാണല്ലോ, ദേഹവുമായി ബന്ധമുള്ളതാണല്ലോ വികാരങ്ങളും. പൂർവജന്മ വൈരസ്നേഹം ശരീരബന്ധം. കർമ്മം ബാക്കിയില്ലെന്നാകിൽ ജീവനൂൽപത്തിയില്ല. കർമ്മം ബാക്കിയില്ലെന്നാകിൽ ജീവനൂൽപത്തിയില്ല. സൂര്യചന്ദ്രഭ്രമണങ്ങൾ കർമ്മബന്ധം താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസ സാരസ്വതം. ദേവി വാഴുക എന്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികെ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് 323 ദിവസം. ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളെയാണ് നമ്മളിപ്പോ വിചാരം ചെയ്യുന്നത്, പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ജന്മതത്വ നിരൂപണം എന്ന രീതിയിൽ ജനമേജയ മഹാരാജാവിന്റെ ചോദ്യങ്ങൾ, അതിനുള്ള മറുപടിയാണ് ജന്മതത്വ നിരൂപണം എന്ന രീതിയിൽ ഈ ദ്വിതീയ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ അധ്യായത്തിൽ 48 ശ്ലോകങ്ങളിലൂടെ തന്റെ സംശയങ്ങളെ അവതരിപ്പിച്ചു ജനമേജയൻ. അതിന് വേദവ്യാസൻ നൽകുന്ന മറുപടി, അതിനെക്കുറിച്ചാണ് സൂതപൗരാണികൻ ആദ്യം പറയുന്നത്. ഏവം പൃഷ്ട പുരാണജ്ഞോ വ്യാസ സത്യവതീ സുത.
പരീക്ഷിതസുതം ശാന്തം തതോ വൈ ജനമേജയം ഉവാച സംശയക്ഷേത്രുവാക്യം വാക്യവിശാരദ. ഇങ്ങനെ ചോദിച്ചപ്പോ ഏവം പൃഷ്ട എന്ന് ചോദിച്ചപ്പോ പുരാണജ്ഞനും സത്യവതിയുടെ പുത്രനുമായ വേദവ്യാസൻ പരീക്ഷിത്തിന്റെ പുത്രനായിരിക്കുന്ന ജനമേജയനോട്, ശാന്തനും അതേപോലെ പരീക്ഷത്തിന്റെ പുത്രനുമായ ജനമേജയനോട് ഉവാച സംശയക്ഷേത്രുവാക്യം, സംശയം തീരുന്ന തരത്തിലുള്ള വാക്കുകളെ മറുപടി പറഞ്ഞു. വാക്യവിശാരദ വ്യാസ. വ്യാസൻ ആരാണ്? വാക്യവിശാരദനാണ്. സംശയം പരിഹരിക്കാൻ ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്നതിൽ സമർത്ഥനാണ്, വിശാരദനാണ് വ്യാസൻ. അങ്ങനെയുള്ള വ്യാസൻ പറയുകയാണ്, രാജൻ കിമേതദ് വക്തവ്യം കർമ്മണോ ഗഹനാഗതി. മഹാരാജാവേ, അങ്ങ് പറഞ്ഞില്ലേ ഇതിന് ഞാൻ കിമേതദ് വക്തവ്യം, ഞാൻ എന്താണ് പറയുക? കാരണം കർമ്മണോ ഗഹനാഗതി, കർമ്മത്തിന്റെ ഗതി എന്ന് പറഞ്ഞാൽ അത് അതീവ ഗഹനമാണ് എന്നാണ്. ദുർജ്ഞേയാഖില ദേവാനാം മാനവാനാം ച കാ കഥ യഥാ സമുദ്ധിതം ചൈതൽ ബ്രഹ്മാണ്ഡം ത്രിഗുണാത്മകം. കർമ്മഗതിയെ കുറിച്ച് അറിയാൻ ദുർജ്ഞേയാഖില ദേവാനാം, ദേവന്മാർക്ക് പോലും സാധിക്കില്ല എന്നിരിക്കെ മാനവാനാം ച കാ കഥ, മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോന്നാണ്. ഇപ്പൊ ത്രിഗുണാത്മകമായി ഈ ബ്രഹ്മാണ്ഡം ഉണ്ടായപ്പോൾ തന്നെ യഥാ സമുദ്ധിതം ചൈതൽ ബ്രഹ്മാണ്ഡം ത്രിഗുണാത്മകം, ത്രിഗുണാത്മകം ബ്രഹ്മാണ്ഡം, ഈ ത്രിഗുണാത്മകമായിരിക്കുന്ന ബ്രഹ്മാണ്ഡം ഉണ്ടായപ്പോ തന്നെ കർമ്മണേവ സമുത്പത്തി സർവേഷാം നാത്ര സംശയ, അത് കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, അതിലൊരു സംശയവും ഇല്ല. അനാദിനിധന ജീവ കർമ്മബീജ സമുദ്ഭവ, ജീവജാലങ്ങളൊക്കെ തന്നെ കർമ്മബീജത്തിൽ നിന്ന് ഉണ്ടായതാണ്. കർമ്മമാണ് എല്ലാത്തിന്റെയും ഉൽപ്പത്തിക്ക് കാരണം എന്ന് മനസ്സിലാക്കൂ, അതിലൊരു സംശയവും വേണ്ട. നാനായോനിഷു ജായന്തേ മ്രിയന്തേ ച പുനഃപുനഃ. സത്യത്തിൽ ജീവന് ജനനമോ മരണമോ ഇല്ലെങ്കിൽ പോലും കർമ്മരൂപമായ ബീജത്തിന്റെ ശക്തി കൊണ്ട് കർമ്മണാരഹിതോ ദേഹ സംയോഗോ എന്ന കഥാചന. അപ്പൊ എന്തുണ്ടാവുന്നു? പല പല യോനികളിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നു, പുനഃപുനഃ. സത്യത്തിൽ ആ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ജീവന് ശരീരവുമായി ബന്ധമില്ലാതെയാവും, പിന്നെ ജനന മരണങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. ശുഭാശുഭൈസ്തഥാമിശ്രൈ കർമ്മഭിർവേഷ്ടിതദ്വിധം, ശുഭാശുഭ കർമ്മങ്ങളും മിശ്രകർമ്മങ്ങളും വ്യാപിച്ചതാണ് ഈ ജഗത്ത് മുഴുവൻ. ത്രിവിധാനി താന്യാഹുർബുധാസ്തത്വവിദശ്ചയേ. അപ്പൊ ഇത് തന്നെ 3 തരത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാരും ബുധന്മാരും അതേപോലെ തത്വവിത്തുകളായിരിക്കുന്ന ആളുകളും തത്വവിശാരദന്മാര് തത്വചിന്തകന്മാര് പറയുന്നു. സഞ്ചിതാനി ഭവിഷ്യന്തി പ്രാരബ്ധാനി തഥാ പുനഃ. അപ്പൊ എങ്ങനെയാണ് സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം, ഇങ്ങനെ 3 വിധത്തിലാണ് കർമ്മങ്ങൾ. വർത്തമാനാനി ദേഹേസ്മിൻ ത്രൈവിധ്യം കർമ്മണാം കില. അപ്പൊ ഈ ശരീരത്തിൽ 3 വിധത്തിലുള്ള കർമ്മങ്ങളുടെയും സമ്മിശ്രണം, കൂടിച്ചേരൽ, സംഗമം കാണാൻ സാധിക്കും. സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമിക കർമ്മം, ഇങ്ങനെ 3 തരത്തിലാണ് കർമ്മങ്ങൾ. ഇത് 3ഉം ചേർന്ന് മിശ്രമായിട്ടുള്ളതും ദേഹത്തിൽ കാണാൻ സാധിക്കും. നോക്കൂ, ബ്രഹ്മാദീനാം ച സർവേഷാം തദ്വശത്വം നരാധിപ സുഖം ദുഃഖം ജരാ മൃത്യു ഹർഷ ശോകാദയസ്തഥ. രാജാവേ ജനമേജയ, ഈ ബ്രഹ്മാവ് തുടങ്ങി സകലരും ബ്രഹ്മാദീനാം ച സർവേഷാം, അവരൊക്കെ തദ്വശത്വം നരാധിപ, ഈ കർമ്മത്തിന് അധീനരാണെന്നാണ്. സുഖം ദുഃഖം ജര മൃത്യു ഹർഷം ശോകം ഇതൊക്കെ തന്നെ. അതേപോലെ തന്നെ കാമക്രോധൗച ലോഭശ്ച, കാമക്രോധങ്ങൾ, ലോഭം, അത്യാഗ്രഹം, സർവേ ദേഹഗതാ ഗുണ, എല്ലാം ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ അത് ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗുണങ്ങളാണ്. ദൈവാധീനാശ്ച സർവേഷാം പ്രഭവന്തി നരാധിപ, പ്രാരബ്ധത്തിന്റെ പ്രേരണ കൊണ്ട് അവ തങ്ങളുടെ പ്രഭാവത്തെ ഓരോരുത്തരിലും പ്രകടിപ്പിക്കുന്നു. ദൈവാധീനം എന്നിവിടെ പറഞ്ഞത് പ്രാരബ്ധത്തെ ഉദ്ദേശിച്ചിട്ടാണ്.
രാഗദ്വേഷാദയോ ഭാവ സ്വർഗേപി പ്രഭവന്തി. ഇനി ഈ രാഗം, ദ്വേഷം തുടങ്ങിയ ഭാവങ്ങളുണ്ടല്ലോ, ഇത് സ്വർഗത്തിലുമുണ്ട് എന്നാണ് വേദവ്യാസൻ പറയുന്നത്. അപ്പൊ സ്വർഗം ഇതിൽ നിന്നും മുക്തമല്ല. അപ്പൊ നമുക്ക് രാഗദ്വേഷാദികളില്ലാത്ത ലോകം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറയാൻ സാധിക്കില്ല. അത് വൈകുണ്ഠമാണ്, ഭഗവാന്റെ ലോകമാണ്. സ്വർഗത്തിലും രാഗദ്വേഷാദികളുണ്ട്. കാരണം ദേവന്മാരും മനുഷ്യരും തിര്യക്കുകളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായി? കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവാനാം മാനവാനാം ച തിരശ്ചാം തഥാ പുനഃ. പിന്നെയോ വികാരാ സർവ ഏവൈതേ ദേഹേന സഹസംഗത പൂർവവൈരാനുയോഗേന സ്നേഹയോഗേന വൈ പുനഃ. ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ വികാരങ്ങൾ മുഴുവൻ. വികാര സർവേവൈതേ ദേഹേന സഹസംഗത പൂർവവൈരാനുയോഗേന, പൂർവജന്മത്തിലുണ്ടായ വൈരത്തെയും അതേപോലെ സ്നേഹത്തെയും അനുസരിച്ചാണ് അതിന് ശരീരവുമായിട്ടുള്ള ബന്ധം എന്ന് മനസ്സിലാക്കൂ. അപ്പൊ അതുകൊണ്ട് വികാരങ്ങളൊക്കെ തന്നെ ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂർവജന്മത്തിലുണ്ടായിരുന്ന നമ്മൾക്ക് ഒരാളോടുള്ള വൈരവും അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള സ്നേഹവും അനുസരിച്ചാണ് അതിന് ശരീരവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കൂ. ഉൽപ്പത്തി സർവജന്തൂനാം വിനാ കർമ്മ വിദ്യത്തെ. കർമ്മമില്ലാതെ കർമ്മം അവശേഷിക്കുന്നില്ലെങ്കിൽ, കർമ്മ വിദ്യത്തെ അവശേഷിക്കുന്നില്ലെങ്കിൽ ഒരു ജന്തുവിനും പിന്നെ ജന്മമില്ല, അല്ലെങ്കിൽ ഉൽപ്പത്തിയില്ല. കർമ്മണ ഭ്രമത്തെ സൂര്യ ശശാങ്ക ക്ഷയരോഗവാൻ. സൂര്യന്റെ ഭ്രമണവും അതേപോലെ ചന്ദ്രന്റെ ആ ക്ഷയരോഗവും, ക്ഷയരോഗിയായ ചന്ദ്രന്റെ ഭ്രമണവും രണ്ടും ഏതുപോലെയാണ്? അത് കർമ്മബദ്ധമാണ്. കർമ്മബദ്ധമായിട്ടാണ് അതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു ജീവന് വിട്ടുപോരാൻ സാധിക്കില്ല. കർമ്മമില്ലാതെയായാൽ പിന്നെ ജന്മം ഇല്ലാതെയായിട്ട് തീരും. അതുകൊണ്ട് ജന്മത്തിന് കാരണം കർമ്മമാണ് എന്ന് അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ആ 12ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവ്വം സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.